ഇനി ചിക്കൻ വെക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം കേട്ടോ. അസാധ്യ രുചിയാണ്. നല്ല ടേസ്റ്റിയും കുറച്ച് മധുരവും അത്യാവശ്യം സ്പൈസി ഒക്കെ ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ ചിക്കനാണ്. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചിക്കനിലേക്ക് ഇട്ട് നല്ല പോലെ തിരുമി ചേരുവയെല്ലാം ചിക്കനിലേക്ക് നന്നായി യോജിപ്പിക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ കറിക്ക് നല്ല കളർ കിട്ടും. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കരുത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ചിക്കൻ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ ടൈം വെച്ചാൽ അത്രയും നല്ലത്. ഞാനിവിടെ ചിക്കൻ മസാലയെല്ലാം പുരട്ടിയതിന് ശേഷം 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ പീസുകൾ ഓരോന്നായി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ പീസുകൾ വറുത്തെടുക്കണം. ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് അടുത്ത സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് വേവുന്ന തരത്തിൽ വറുത്തെടുക്കണം. നമ്മളിത് വേറെ വേവിക്കില്ല. ഈ ടൈമിലാണ് ചിക്കൻ വേവിക്കുന്നത്. 2 സൈഡും വെന്ത് വന്നാൽ ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ചിക്കൻ വറുത്ത ഓയിലിൽ നിന്നും കുറച്ചെടുത്ത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 6 വറ്റൽമുളക് 2 കട്ട് ചെയ്തത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പിലയും. മുളക് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ക്ലീൻ ചെയ്തതിനു ശേഷം 220 ഗ്രാം ചെറിയുള്ളി ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഉള്ളി നല്ല പോലെ വഴറ്റിയെടുക്കണം. ഈ റെസിപ്പിക്ക് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം, എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാകൂ. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചതച്ച മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. ഗരം മസാല കൂടി പോകരുത്. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുമ്പോഴാണ് ചിക്കന് ആ ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതാരും ഒഴിവാക്കരുത്. അടുത്തതായി ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോൾ വറുത്തു വെച്ച ചിക്കൻ പാനിലേക്ക് ഇട്ട് ഇളക്കി ഗ്രേവിയുമായിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. മസാല